കേരളത്തിലെ പുതിയ ആക്സസ് കൺട്രോൾഡ് ഹൈവേകളിൽ ബൈക്കുകൾക്ക് നിയന്ത്രണം വരുന്നു. കാരണം ലളിതം: ഹൈസ്പീഡ് ട്രാഫിക് സുരക്ഷ. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. റോഡിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിനേക്കാൾ ലൈസൻസ് സിസ്റ്റം പരിഷ്കരിക്കുന്നതല്ലേ നല്ലത്? ലോകത്തെ പല വികസിത രാജ്യങ്ങളും പിന്തുടരുന്നത് ഒരു ടിയേർഡ് ലൈസൻസിംഗ് സിസ്റ്റമാണ്. അതായത് പവർ നിങ്ങൾ ഏൺ ചെയ്യണം. ഇത് 3 ഘട്ടങ്ങളാണ്. 1. ബിഗിനർ ലെവൽ 125 cc വരെ, തുടക്കക്കാർക്ക് റോഡ് മനസ്സിലാക്കാൻ. 2. ഇന്റർമീഡിയറ്റ് ഏകദേശം 47 ഹോഴ്സ് പവർ വരെ പവർ ലിമിറ്റ്, എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാൻ. 3. ഫുൾ ലൈസൻസ്. ഇവിടെ മാത്രമേ അൺലിമിറ്റഡ് പവറുള്ള സൂപ്പർ ബൈക്ക് ഓടിക്കാനാകൂ. അതും കൃത്യമായ പ്രായപരിധിയും വർഷങ്ങളുടെ എക്സ്പീരിയൻസും കഴിഞ്ഞാൽ മാത്രം. ഇനി നമ്മുടെ നാട്ടിലോ? 18 വയസ്സ്, ഒരു ചെറിയ ബൈക്കിൽ ടെസ്റ്റ് പാസായി. അടുത്ത ദിവസം തന്നെ 200 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന സൂപ്പർ ബൈക്ക് നിയമപരമായി റോഡിലിറക്കാം. പ്രായോഗികമായി നോക്കുമ്പോൾ ഒരു ബിഗിനർ നേരിട്ട് ഹൈപവർ ബൈക്കിൽ ഹൈവേയിലേക്ക് ഇറങ്ങുന്നത് അപകടകരമല്ലേ? ഇത് സ്വാതന്ത്ര്യം കുറയ്ക്കലല്ല, ഇത് റോഡിലെ ഓരോ ജീവന്റെയും സുരക്ഷയെക്കുറിച്ചുള്ള ചിന്തയാണ്. ബൈക്കുകൾ നിരോധിക്കുന്നതിന് പകരം പവർ അനുസരിച്ചുള്ള ലൈസൻസ് സംവിധാനം ഇന്ത്യയിലും വേണമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ഓട്ടോ വിശേഷങ്ങൾക്കായി മോട്ടോർ പീഡിക ഫോളോ ചെയ്യുക.